നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരി, അതിനകത്ത് മെജോറിറ്റി വിഷൂസ് അല്ലെങ്കിൽ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയാണ്. ഇനിയിപ്പം വിഷു ഈസ്റ്റർ എല്ലാം കാലമാണല്ലോ. ഇത് അല്ലാതെ നല്ല ഒരു ഫങ്ഷൻ വെയർ കട്ട് വർക്ക് സാരി, നല്ല ക്രഷ് സിൽക്കിൻ്റെ സ്റ്റഫാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രീമിയം കളക്ഷനിൽ പെട്ടെന്ന് പറയാം, വലിയ പ്രീമിയം എന്നൊന്നും പറയത്തില്ല, എന്നാലും നമ്മൾ ഡെയിലി വെയർ സാരി പോലല്ലാത്ത സാരി, ഒതുങ്ങി കിടക്കുന്ന സ്റ്റഫാണ്. ഉടുക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഫങ്ഷൻ വെയറിൻ്റെ ഇത് തോന്നിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫുള്ള് കട്ട് വർക്കാണ്. ബോഡിയെ കൂടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ എംബ്രോയ്ഡറിയും കൂടി ചെയ്തിരിക്കുക. നല്ല ഭംഗിയുള്ള സാരി. മുന്താണി പ്രത്യേകിച്ചുണ്ടോ? ഇല്ല, മുന്താണി ഇങ്ങനെ തന്നെ, മുന്താണിയിൽ ഇങ്ങനെ തന്നെ. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് അറ്റത്ത് ബോർഡർ ഉണ്ടോ നോക്കിയേക്കാം. ബ്ലൗസ് പ്ലെയിൻ ആണ്. പിന്നെ ഉണ്ടല്ലോ ഈ സാരി, ഇത് ബ്ലൗസിൻ്റെ പാർട്ടാണ്. ഇങ്ങനെ ഒരു രീതിക്കാണ് ഈ കട്ട് വർക്ക് സാരി, എംബ്രോയ്ഡറി വർക്ക് സാരി എല്ലാത്തിനെയും അങ്ങനെയാണ്. അതിൻ്റെ എൻഡ് വരുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അത് ഡാമേജ് അല്ല കേട്ടോ, ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും അത് ഡാമേജ് ആണ്. ബ്ലൗസ് പ്ലെയിൻ ആണ്, ഈ സെയിം ഷെയ്ഡിൽ തന്നെ. അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്, ടീൽ ബ്ലൂ ഷെയ്ഡ്. മറ്റേത് ഒരു ഗ്രേപ്പ് ഒരു കളറായിരുന്നു. ഇനിയുള്ളത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. നല്ല സാരി കേട്ടോ. ഡയറക്റ്റ് കണ്ടാൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കളറാണേലും കളർ കോമ്പിനേഷൻ ആണേലും എല്ലാം നല്ലൊരു ഭംഗിയുള്ള സാരി. നല്ല ഒതുങ്ങി കിടക്കും എന്നുള്ളത് കൊണ്ട് മാനേജ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇനി കല്യാണങ്ങൾക്കൊക്കെ ഉടുക്കാനൊക്കെ ആണെങ്കിലും നല്ലത്, കൊണ്ടുനടക്കാനൊക്കെ ഒത്തിരി നല്ല സാരിയാണ്. ഇനിയുള്ളത് ഒരു സെമി ലിനൻ സാരി കാണിക്കാവേ. സെമി ലിനനാണ്. ലിനനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്ന, നമുക്ക് ഇത് ഡ്രൈ വാഷേ ചെയ്യാൻ പാടുള്ളൂ, പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അത്രയും കെയർഫുള്ളായിട്ട് അത് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഡീപ്പ് ഡൈയിങ് ആയതുകൊണ്ട് കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോകരുത്. സ്വന്തമായിട്ട് വാഷ് ചെയ്യരുത്. പോലെ മഴയത്തൊന്നും ഉടുക്കാതെ ഇരിക്കുക, അങ്ങനെ സൂക്ഷിക്കണം. അത്ര ലിനൻ്റെ സ്റ്റഫ് ആയതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഡീപ്പ് ഡൈയിങ് ആണ്. നമ്മളെപ്പോഴും കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്കും പ്രിന്റ് ഇങ്ങനെ സിൽവർ ബോർഡർ വന്നിട്ടുള്ള ലിനനാണ് കൂടുതലും കാണുന്നത്, അല്ലേ, സെമി ലിനൻ. പക്ഷെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ബോഡി പ്ലെയിന്, പ്രിന്റ് ഒന്നുമില്ല. മുന്താണിക്ക് വന്നിട്ട് പ്രിന്റ്. നല്ല ഭംഗി അറിയാലോ. ഇതിപ്പം നേവി ബ്ലൂ കളറാണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, തീർന്നുപോയി. ഇത് എന്നാ പറയുന്നത്, ലിനൻ്റെ ഇങ്ങനത്തെ സാരി ഇഷ്ടമില്ലാത്തവർ ഇതിനെ സൂക്ഷിക്കണം. കളർ ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ അതുപോലെ ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഷാമ്പു വാഷേ ചെയ്യാവുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും 365 ദിവസം ഡിമാൻഡുള്ള ഒരു സാരി. ഇത് സാരിക്ക് ഒരിക്കലും ആൾക്കാർക്ക് ആവശ്യമില്ലാതെ പോകത്തില്ല. ഇതിൻ്റെ പുതിയൊരു ബ്ലൗസ് വരുമ്പോഴും ഇങ്ങനെ വരും. നല്ല ഭംഗിയായിരിക്കും. ബോഡി പ്ലെയിന്, ബ്ലൗസ് ഇങ്ങനെ നിറച്ചും ബുട്ടായുള്ളത്, ഇങ്ങനെ ഒരു ബോർഡറുമായിട്ട്. ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്, മെറൂൺ ഷെയ്ഡ്. ഇതാ സിൽവർ ബോർഡർ ആയിട്ട് വന്നിട്ട് മെറൂൺ ഷെയ്ഡ്. നല്ല ഫങ്ഷൻ വെയർ സാരിയായിട്ട് ഉടുക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വൈറ്റ് അല്ലെങ്കിൽ പേളുമാലയൊക്കെ ഇട്ട് ഉടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഗോൾഡിനല്ല ഇതൊന്നും, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മാച്ച് ചെയ്യും. ഇതൊരു ക്ലാസി ടച്ച് തരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരീസ് അല്ലേ, അങ്ങനെ. ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റഫ് കണ്ട് ശരിക്കും ഇതിനൊരു സ്റ്റാർച്ച് ഫീലിംഗ് ഉണ്ട്. നമ്മുടെ സാധാരണ സെമിലിൻ വരുമ്പോൾ സ്റ്റാർച്ച് ഇല്ലെന്ന് തോന്നും. ഭയങ്കര ഒരു ഇതിനൊരു സ്റ്റാർച്ച് ഫീലിംഗ് ഉണ്ട്. സ്റ്റാർച്ച് മുക്കാതെ ഇടുന്നതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു രീതി. പക്ഷേ സ്റ്റാർച്ച് ചെയ്തെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അത് നമ്മളുടെ ഇഷ്ടം. ചിലർക്ക് സ്റ്റാർച്ച് ചെയ്ത് നല്ല വടി പോലെ നിൽക്കുന്നതാണ് ഇടാൻ ഇഷ്ടം. പക്ഷെ ചിലർക്ക് സ്റ്റാർച്ച് ചെയ്യാനൊക്കെ മടിയാണ്. അപ്പം എന്നെ എടുക്കണം, ഇഷ്ടമുള്ളത് ചെയ്തോ. ഇത് വരും മുന്താണി. ബ്ലൗസ് മറ്റേതുപോലെ തന്നെ ബോർഡറുമായിട്ട്, കയ്യെ ബോർഡറുമായിട്ട് ഈ ഒരു പ്രിന്റ്. നല്ല രസം. നല്ല ഡീപ്പ് മെറൂണാണ്, ഡീപ്പ് നേവി ബ്ലൂ, രണ്ട് കളറും നല്ലതാണ്. ഇനി നമ്മുടെ വിഷു സ്പെഷ്യൽ സാരി അല്ലെങ്കിൽ ഈസ്റ്റർ സ്പെഷ്യൽ സാരി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നെ സംബന്ധിച്ച് ഇപ്പം സെറ്റ് സാരി, സെറ്റുമുണ്ട്, അങ്ങനത്തെ കഴിഞ്ഞ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അല്ലാതെ ഉടുക്കാൻ പറ്റണം. ഇത് സെറ്റ് സാരി ഒന്നും അല്ലാതെ നമ്മൾ എപ്പോഴും ഉടുക്കത്തില്ലല്ലോ, അല്ലെ കേരള സാരി ഒന്നും എപ്പോഴും ഉടുക്കുന്ന ഒരു സാധനം അല്ലല്ലോ. പക്ഷെ നമ്മൾ അതിനും പറ്റണം,
ആ ഒരു ഒക്കേഷനും പറ്റണം. അതേസമയം അതല്ലാതെ ഉടുക്കാൻ പറ്റില്ല. ഇതിപ്പം എവിടെ വേണമെങ്കിലും ഉടുക്കാം. പള്ളിയിൽ ഉടുക്കാം, അമ്പലത്തിൽ ഉടുക്കാം, കല്യാണത്തിന് ഉടുക്കാം, വിഷുവിന് ഉടുക്കാം, എവിടെ വേണമെങ്കിലും ഉടുക്കാം. നല്ല നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലിനൻ സ്റ്റഫ് പോലത്തെ, സെമി ലിനൻ സ്റ്റഫ് പോലത്തെ സാരിയാണ്. ഒട്ടും നമുക്ക് എന്നാ പറയുന്നത് ബുദ്ധിമുട്ട് ഒട്ടും ഉണ്ടാക്കില്ല. ഇങ്ങനെ എന്നിട്ട് നിറച്ചും ഇതുണ്ട്, ഇങ്ങനെ കാന്താ വർക്ക്, ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക മുന്താണിയുടെ അറ്റത്തെന്ന് പറയുമോ, മുന്താണിയിൽ അല്ലേ, മുന്താണിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബോഡി മുഴുവൻ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക്, ചെറിയൊരു സെറി, അതൊരു ഭംഗിയാണ്. അതിപ്പം നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കണമെങ്കിൽ നല്ലതാണ്. പിന്നില്ലേ ഇതിൻ്റെ 2-3 കളറുകൾ വരുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഇതാണ് ബ്ലൗസ് ഇങ്ങനെ കൈയുടെ അറ്റത്ത് ഈ ഒരു സാധനം വരും. ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല, കണ്ടോ. ഈ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ത്രെഡിലുള്ള വ്യത്യാസം, ഇവിടുത്തെ ത്രെഡിലുള്ള വ്യത്യാസം, അതാണ് വ്യത്യാസപ്പെട്ട് വരുന്നത്. ഇത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒത്തിരി കളറുകൾ ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട കളറുകളെല്ലാം ഓൾറെഡി ഫിനിഷ് ആയി കഴിഞ്ഞു. ഇതിപ്പോൾ വന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ബ്ലൗസ് വേണ്ട എങ്കിൽ ഈ കളറുള്ള ബ്ലൗസുകൾ ഇട്ടാലും കുറേ കൂടെ എടുപ്പായിരിക്കും. എൻ്റെ നോട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വിത്ത് ബ്ലൗസിനെ കഴിഞ്ഞ് വെച്ചിലൂടെ ലൈറ്റ് ഷെയ്ഡുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. മുമ്പേ കണ്ടതിന് കൂടുതലും നിന്നത് പിങ്കാണ്, ഇതിന് കൂടുതലും വന്നിരിക്കുന്നത് ടീൽ ബ്ലൂ ആണ്. അതിൻ്റെ നമുക്ക് ടാസിലെ നോക്കിയാൽ അറിയാവേ അതിൻ്റെ വ്യത്യാസം ഉണ്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. നമുക്ക് ഒരു എന്നാ പറയുന്നത് എവിടെ വേണമെങ്കിലും ഇടാം, ഏത് ഒക്കേഷനും ഇടാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഏത് ഒക്കേഷനും ഇടാം, എവിടെ വേണമെങ്കിലും ഇടാം, ഒട്ടും പകട്ട് കുറഞ്ഞു പോകത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്, പണ്ട് തൊട്ടേ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വന്ന ആരോട് പറഞ്ഞേ ഇതിന് സാരി ഫോൾ വെക്കണമെന്നേ. അപ്പം എന്താ പറയുക, സാരി ഫോൾ വെച്ച സാരി ഞാൻ ഉടുക്കത്തില്ല എന്ന്. എനിക്കതെന്നാ മനസ്സിലായില്ല, സാരി ഫോൾ വെച്ച സാരി ഉടുക്കത്തില്ല. സാരി ഫോൾ വെച്ചിട്ട് വേണം ശരിക്കും, ഇത്ര ഓരോ കാഴ്ചപ്പാടുകളായിരിക്കും കേട്ടോ. സാരി ഫോൾ വെച്ച സാരി ഉടുക്കുവാണെന്നുണ്ടല്ലോ സാരിയും ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും. പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോഴേ ഇത് നമ്മുടെ ഒരു സിമ്പിൾ സാരി. പക്ഷേ ഞാനിത് ഇന്നിപ്പോൾ കാണിക്കുന്നില്ല, വേറെ ദിവസം കാണിക്കാം. ഇതിന് വേറൊരു പരിപാടിയുണ്ട്, ബ്ലൗസ് വെച്ച് മാച്ച് ചെയ്ത് കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അല്ലേ ആ സാരിയെ വില കുറച്ച് കണ്ട പോലെ ആയിപ്പോൾ എല്ലാ രസമുള്ളൊരു സാരി. കോപ്പർ ഇത് പോയിരിക്കുക, എന്നാ പറയുന്നത്, ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ്? 190. കോപ്പറിൻ്റെ ലഹരിയ ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, ഒരു ഡിസൈൻ. ഇതാണ് ഒരു സാരി. ഇതൊരു ചന്തേരി മെറ്റീരിയൽ, ചന്തേരി വിത്ത് ത്രെഡ്. ഇവിടെ ത്രെഡാണ് ചെയ്തിരിക്കുന്നത്. ബോഡിക്ക് ഇങ്ങനെ ഒരു ബുട്ടായുണ്ട്. ഇതിപ്പോൾ ഒരു പീച്ച് റെഡ് കളറാണ് ഈ ഒരു ഇവിടെ വന്നിട്ട്, മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈസ്റ്ററിനോ വിഷുവിനോ ഒക്കെ കേരള സാരി ഉടുക്കുന്ന പോലെ തന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരിനം സാരിയാണ്. പക്ഷേ ഈസ്റ്ററിനും വിഷുവിനും മാത്രമല്ല, അത് കഴിയുമ്പോൾ എടുത്ത് കബോർഡിൽ വിശ്രമിക്കാൻ പറ്റും. എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഓർത്തെ, എനിക്ക് അബദ്ധം പറ്റിയോ നമ്മുടെ സ്റ്റാഫിന് അബദ്ധം പറ്റിയോ, ഇത് മടക്കി വെച്ചേക്കുന്നത് ഇത് കണ്ട ആരും അങ്ങനല്ലേ വിചാരിക്കുള്ളൂ. പക്ഷേ ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഇത് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ അറിയാം നമുക്ക് ബുട്ട. ഞാൻ ഓർത്ത് ഇതാണ് നല്ല വശം എന്ന് ഞാൻ ഓർത്തെ, അങ്ങനല്ല കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ചെറിയ ബോർഡർ കൈയുടെ അറ്റത്ത് വരും. ഇതാണ് ബ്ലൗസ്, പ്ലെയിൻ ആണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ കൈയുടെ അറ്റത്ത് വരും. ഈ സാരി തന്നെയാണോ ആയിരിക്കുന്നത്, പലതാണോ എനിക്കറിയത്തില്ല. ഈ സാരിയുടെ തന്നെ ഇപ്പൊ കണ്ട സാരി ഇല്ല, പീച്ചാണ്. അതിന്റെ ബോർഡർ വന്നിരിക്കുന്ന പീച്ചാണ്. റെഡെന്ന് പറയാൻ പറ്റത്തില്ല, റെഡല്ല, പീച്ചാണ്. ഇത് നേവി ബ്ലൂ. എന്നാ ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ നല്ല സാരിയാണ്. നല്ല എന്നാ പറയുന്നത്, നല്ല എനിക്ക് എൻ്റെ മനസ്സിൽ ആ സാധനം ഉണ്ട്. ഇങ്ങനെ അത് പ്ലീറ്റ്സ് ഇട്ടൊക്കെ ഉടുത്ത് നല്ല സാരി ഫോളൊക്കെ വെച്ച് നല്ലൊരു ചെറിയൊരു പേളിൻ്റെയോ മുത്തിൻ്റെയോ ഒക്കെ ഒരു മാല ഇട്ടാൽ സിമ്പിൾ ലുക്കാണ് താനും. പക്ഷെ നല്ലൊരു ഗെറ്റപ്പാണ് നമുക്ക്. അതുകൂട്ട് സാരിയായത് കണ്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വിശേഷ അവസരങ്ങളിലെല്ലാം ഉടുക്കാം. അതിൻ്റെ ബ്ലൗസും മുമ്പേ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ബോർഡർ. ഇതിപ്പോൾ നേവി ബ്ലൂ, മറ്റേത് പീച്ച്. ഇനി വേറൊരു ടൈപ്പ് സാരിയാണ് കാണിക്കാവേ. എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനത്തെ സിമ്പിൾ ലൈറ്റ് ഷെയ്ഡ് എന്നിട്ട് ഡിസൈൻസ് വരുന്ന സാരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്ക് ഓൺലൈനിലുണ്ട്. ഷോപ്പിലത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല.
പോകുന്നുണ്ട്. എല്ലാ ബനാറസിക്കൊക്കെയാണ് ഇപ്പം ഈ ഓരോ സമയം അനുസരിച്ച് സീസണലാണല്ലോ. ഇത് കണ്ടോ, നല്ലൊരു സാരിയാണ്. ഇക്കത്ത് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് ഇത്. വീവിങ് ആണോ, പ്രിന്റ് അല്ല, പ്രിന്റ് വീവിങ് ഒന്നാണ് ഡിസൈന്. പ്രിന്റ് അല്ല, വീവിങ് ആണ്. വീവ് ചെയ്ത് വെച്ചിരിക്കുന്ന, പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. പ്രിന്റ് വീവിങ് ഒന്നല്ല. ഓ, വിശന്നിട്ടായിരിക്കും, വർക്ക് ചെയ്യുന്നില്ല മൂഡ്. ഇത് അല്ലലും ഇല്ലല്ലേ? ആ ശരി, അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ഇല്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഇത് വരും മുന്താണി. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി, പക്ഷെ നല്ല എലഗന്റ് ലുക്ക്. ഇതെല്ലാം ചന്തേരി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ സ്റ്റഫ് ആട്ടോ ഇപ്പൊ കാണിച്ചത്. ആദ്യം കാണിച്ചതല്ല, ഇപ്പൊ കാണിച്ചത്. ഇത് ഒക്കെ ഇത് വരും താഴത്തെ ബോർഡർ. ഇതിന് നിങ്ങൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ചാൻസ് നിങ്ങൾക്ക് പറ്റും. എന്റെ തലമുടി ഒക്കെ ഇരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചാൻസ്. മുഖം എല്ലാം ഭയങ്കര വീങ്ങിയാണ്. മൈഗ്രെയിൻ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര എപ്പോഴും ഒന്ന് ആക്രമണമാണ്. അതിൻ്റെതായിരിക്കാം മുഖം എപ്പോഴും വീങ്ങിയിരിക്കുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മധുരം തീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ എല്ലാം നിർത്തി. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട് മാത്രം ജീവിച്ചതാണ്. പിന്നെ എല്ലാം പോയി. ഇപ്പം എനിക്കറിയത്തില്ലേ ഉമ്മ, എല്ലാം ചിപ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കും? അങ്ങ് കഴിപ്പ എന്ന് പറയുന്നത് ഈ പുഴുക്ക് തിന്നുന്നെന്ന് പറഞ്ഞാൽ ഇരുന്ന് തീറ്റയത്. പിന്നെ എന്നിട്ട് വലിക്കെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അങ്ങനെ ഒത്തിരി കഴിച്ചു കഴിയണോ? എണ്ണയുള്ളതൊക്കെ ഒത്തിരി കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ മൈഗ്രെയിൻ ഒക്കെ കൂടുതലുണ്ടാവും. അതുപോലെ ജാം റോള്, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നതല്ലേ. അതാ ഇങ്ങനെ ഒരു ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ താഴോട്ട്. നല്ല സാരി കേട്ടോ. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ച് ഇങ്ങനെ മുങ്ങാന്ന് പറഞ്ഞ് നോക്കിയാൽ എടുക്കാതെ വീഡിയോ കണ്ടോ. ഇത് ഉടുത്ത് എൻ്റെ മനസ്സിലുണ്ട് ഇതിൻ്റെ ഐഡിയാസൊക്കെ. ഇത് ഇങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങിയില്ലേ എമ്പുരാൻ, അതിനകത്ത് മഞ്ജു വാര്യർ സാരി ഡ്രേപ്പ് ചെയ്തേക്കുന്ന സ്റ്റൈൽ കണ്ടോ? ആ ഒരു സ്റ്റൈലിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസാണ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഗെറ്റപ്പില്ലേ, അങ്ങനത്തെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി, അതാണ് അടയാളം. പിന്നെ ബ്ലൗസ് വന്നിട്ട് സെയിം തന്നെയാണ്. ബോർഡർ ഉണ്ട് കൈക്ക്. ഇത് ഒരു പീച്ച് ബ്ലൗസൊക്കെ അല്ലെങ്കിൽ ഒരു പർപ്പിൾ ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ നല്ല സാരി കേട്ടോ. നല്ല സാരി, നിറച്ചും ഇങ്ങനെ കുഞ്ഞു ലൈൻസ്. വണ്ണം കുറവും തോന്നിക്കും. ആ ലൈൻസ് അങ്ങനെ കുറുകെ ലൈൻസ് പോയാൽ വണ്ണം എല്ലാം മിക്സ് ആയിട്ടായിരിക്കും. ആദ്യം കാണിച്ച സാരിയുടെ ഓർമ്മണ്ടാതിരിക്കുന്നു. ഇതിൻ്റെ ഇപ്പൊ കണ്ടില്ലേ അതിൻ്റെ ബ്ലൂ. ഇത് ബ്ലൂം 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 ഉണ്ടോ? ബ്ലൂ മുമ്പേ കണ്ടത് പീച്ചും പർപ്പിളും അല്ലേ? ഇതിന് ബ്ലൂവും നേവി ബ്ലൂ അല്ല, സഫയർ ബ്ലൂവും നേവി ബ്ലൂവും. ഒന്നാണി വന്നിട്ട് ഇങ്ങനെ. ഇനി ഈ ഒരു മിക്സ് ആയി പോയത് കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പാട് വരുമായിരിക്കും, അല്ലെ തിരിച്ച് മറിച്ചിട്ട് എഡിറ്റ് ചെയ്താൽ മതി. പറയുമ്പോൾ എന്നെ രസമല്ലേ ദോശ മറിച്ചിടുന്ന പോലെ മറിച്ചിടാൻ. ഇച്ചിരി മുന്നേ കണ്ടില്ലേ ഈ രണ്ട് സാരിക്ക് മുന്നേ അതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്ന കണ്ടില്ലേ? ഇത് വാടാമുല്ല കളർ. ഇനി 2-3 വിഷു സ്പെഷ്യൽ സാരിയും കൂടെ കാണിച്ചിട്ട് ഞാനങ്ങ് ഇന്നത്തെ പരിപാടി നിർത്താം. ഇത് ടസർ സിൽക്ക്, സെമി ടസർ സിൽക്കിൻ്റെ സ്റ്റഫാണ്. ബോഡിക്ക് ഫുൾ ഇങ്ങനെ തന്നെ പ്ലെയിൻ. അതിന് വരുന്ന ബ്ലൗസാണ് ഇത്. ഇതിനകത്ത് നൂർത്ത് കാണിക്കാനൊന്നുമില്ല. ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്താണിയിൽ ഒന്നുമില്ല. ഇങ്ങനെ ബോഡി കാണുന്നിടത്ത് ഫുള്ള് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോൺട്രാസ്റ്റ് വന്നിട്ട് എംബ്രോയ്ഡറി വർക്ക്, ഈ കളർ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിഷു സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഗോൾഡൻ ടാസിലൊക്കെ പിടിപ്പിച്ച് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിനകത്ത് സാരി എല്ലാം ഇത് തന്നെ സെമി ടെസറാണ് സ്റ്റഫ്. ഇനി ബ്ലൗസിൻ്റെ കളേഴ്സ് മാത്രം മാറും. എന്തിനാ ഇത്രയും എടുത്തോണ്ട് വന്നാലേ ഒരു സാരി എടുത്താൽ മതിയെ. അടുത്ത് നേവി ബ്ലൂ. ഇപ്പം വിഷുവിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഗാദറിംഗ് ഒക്കെ വരുമ്പോഴത്തേന് ആൾക്കാർ കുറച്ചും കൂടി എന്താ വെറൈറ്റി ആയിട്ട് ഞാനൊന്ന് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ചിന്തിക്കുകയല്ലേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വെറൈറ്റി തന്നെയാണ്. നല്ല ബോട്ടിൽ ഗ്രീന്, പച്ച, ട്രഡീഷണൽ കളറുകൾക്ക് എപ്പോഴും ഒളിച്ചു കൂട്ടാൻ പറ്റാത്ത
ഒഴിച്ചു കൂട്ടാനല്ല, ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കളറാണല്ലോ ഈ പച്ച അല്ലേ, പച്ച മെറൂണും. നമ്മൾ പണ്ട് തൊട്ടേ ട്രഡീഷണൽ കേരള സാരിക്ക് ഉടുക്കുന്ന ഒരു സാധനമല്ലേ പച്ച. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടല്ലോ, സാരി ഉടുത്തിട്ട് പിന്നെ സ്കേർട്ടും ക്രോപ്പ് ടോപ്പും തയ്ച്ച് അടിപൊളിയായിരിക്കും. ഇത് വെച്ചിട്ട് സ്കേർട്ട് തയ്ക്കണം, നല്ല പ്ലീറ്റ്സ് ഒക്കെ അങ്ങോട്ട് ഇട്ടിട്ട് എന്നിട്ട് ക്രോപ്പ് ടോപ്പ് തയ്ക്കോ, പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിരിക്കും പിള്ളേരുള്ളവർക്ക്. വിഷുവിനിട്ട് ഇടുകയും ചെയ്യാം. ഈ വിഷു സ്പെഷ്യലായിട്ട് ഒത്തിരി, ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒത്തിരി ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. പറ്റുന്ന പോലെല്ലാം ഓൺലൈനിൽ കാണിക്കാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ഈ ഞായറാഴ്ച കാണിച്ചില്ല, മനഃപൂർവ്വം തന്നെയാണ്. ഓൾറെഡി ഉള്ളതെല്ലാം ഒന്ന് ഡെസ്പാച്ച് കംപ്ലീറ്റ് ഫിനിഷ് ആവട്ടെ എന്ന് വെച്ചു. ഈ വീക്കിൽ ഞായറാഴ്ച വരെ പോകുന്നില്ല, ഞായറാഴ്ച വരെ പോയാൽ പിറ്റേ ദിവസം വിഷു അല്ലേ. ഈ വീക്കിൽ 2 ദിവസത്തിനുള്ളിൽ ബ്ലൗസിൻ്റെ വീഡിയോ ഒന്നും കൂടി ഇടാം. അതിനകത്ത് ഞാൻ കൂടുതലും റീസ്റ്റോക്ക് തന്നെ ഇടുന്നുള്ളൂ. കാരണം പഴയ ബ്ലൗസുകൾ ഒത്തിരി ചോദിക്കല് എന്നും വരവാ. ആൾക്കാരുടെ എൻക്വയറി ധാരാളമായിട്ട് ഡെയിലി എനിക്കൊരു 100-150 എൻക്വയറി എങ്കിലും ബ്ലൗസിനെ പറ്റി വരുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് പുതിയത് കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. അതുകൊണ്ട് റീസ്റ്റോക്ക് വന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്